ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയുള്ള പഴംപൊരി ഉണ്ടാക്കാൻ പോണേ. അതിനായിട്ട് 4 പഴം എടുത്തിട്ടുണ്ട്. പഴങ്ങൾ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കണം. ഇപ്പോൾ പഴംപൊരി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. അത് കണ്ടില്ലേ, നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല മഞ്ഞ കളറിൽ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പഴംപൊരി ഇല്ലേ, അതേപോലെ തന്നെ ഇല്ലേ കാണാൻ. കഴിച്ചു നോക്കിയാലും അതുപോലെ തന്നെയാട്ടാ, സൂപ്പറാ. ഒരു 2 കൂടി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ട് നിർത്താട്ടോ. ഇത് ആദ്യം കാണിച്ചപ്പോൾ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ഞാൻ പിടിപ്പിക്കില്ല. ഒരു ഭാഗം ഫ്രൈ ചെയ്ത് വരുമ്പോഴൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ആദ്യം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കുക. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ഈ പഴംപൊരി ഉണ്ടല്ലോ, വാഴയിലൊക്കെ ഒന്ന് കുറച്ച് നേരം പൊതിഞ്ഞ് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആദ്യം ഉള്ളതിനേക്കാളും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ എല്ലാവരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.